നിങ്ങളുടെ ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണോ അതോ കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെടുത്തുകയാണോ? റിസർച്ച് പറയുന്നത് കസ്റ്റമർ സെൻട്രിക് കമ്പനീസ് മറ്റ് കമ്പനികളെക്കാൾ 7% അധികം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നാണ്. പക്ഷെ പ്രശ്നം അതല്ല. നമ്മളിൽ പലരും കസ്റ്റമർ സെൻട്രിക് അല്ല, ട്രാൻസാക്ഷൻ സെൻട്രിക് ആണ്. എന്താണ് ഇതിനുള്ള സൊല്യൂഷൻ? 5 P's പ്രിൻസിപ്പിൾ. ഫസ്റ്റ് പി എന്നത് പാഷനാണ്. കസ്റ്റമറിനെ സർവീസ് ചെയ്യാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള പാഷൻ ഉണ്ടാവണം. വിൽക്കാനല്ല സഹായിക്കാനാണ് എന്ന് കസ്റ്റമറിന് ഫീൽ ചെയ്യണം. സെക്കൻഡ് പി ആണ് പെർസ്പെക്റ്റീവ്. ഞാനായിരുന്നെങ്കിൽ എന്ന ചിന്ത. ഒരു ഷോപ്പിലേക്ക് നിങ്ങൾ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ ഷോപ്പിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത്. കസ്റ്റമേഴ്സിൻ്റെ കണ്ണിലൂടെ നമ്മളുടെ സർവീസിനെ കാണാൻ പഠിക്കണം. തേർഡ് പി ആണ് പ്രിൻസിപ്പിൾസ്. ഞാൻ ഈ പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഒരു കസ്റ്റമേഴ്സിനെ ചീറ്റ് ചെയ്യരുത്. ഇന്നും കൂടി ഓഫറുള്ളൂ, ഇത് ലാസ്റ്റ് പീസാണ്. സത്യമാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയരുത്. കാരണം ഒരിക്കൽ നിങ്ങൾ പിടിക്കപ്പെടും. അതോടുകൂടി ആ കസ്റ്റമേഴ്സ് നിങ്ങളിൽ നിന്നും എന്നേക്കുമായിട്ട് വിട്ടുപോകും. ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടാതിരിക്കുക. ഹിഡൻ ചാർജസ്, ഫോൾസ് പ്രോമിസുകൾ, ഫേക്ക് ഗ്യാരണ്ടീസ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. കാരണം റെസ്പെക്റ്റ് നഷ്ടപ്പെട്ടാൽ ഒരിക്കലും കസ്റ്റമേഴ്സ് തിരിച്ചു വരില്ല. മിസ്റെപ്രസെൻറ്റേഷൻ ഒരിക്കലും ചെയ്യരുത്. ഒന്ന് കാണിച്ച് മറ്റൊന്ന് വിൽക്കാൻ ശ്രമിക്കരുത്. ആഡിൽ ഒരു പ്രോഡക്റ്റ് കാണിക്കും, പക്ഷെ വിൽക്കുന്നത് ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് ആയിരിക്കും. ഫസ്റ്റ് സെയിൽസ് നടക്കും, സെക്കൻഡ് സെയിൽസ് നടക്കില്ല. കസ്റ്റമേഴ്സിൽ നിങ്ങൾ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ ആ കസ്റ്റമേഴ്സ് എന്നും നിങ്ങളുടെ കൂടെ നിൽക്കും, റെഫറൻസ് തരും. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെറിയ തെറ്റുകൾ സംഭവിച്ചാലും അവരത് ക്ഷമിക്കും. പക്ഷേ ട്രസ്റ്റ് നഷ്ടപ്പെട്ടാൽ അവർ എന്നേക്കുമായിട്ട് നിങ്ങളെ വിട്ടുപോകും. റിപ്പീറ്റ് ബിസിനസ് ഉണ്ടാവില്ല. നിങ്ങൾക്കൊരിക്കലും ഒരു ബ്രാൻഡ് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ട്രിക്കൊന്നും വേണ്ട, പ്രിൻസിപ്പിൾസ് മതി. ഫോർത്ത് പി ആണ് പെർസെപ്ഷൻ. ഒരു ഷോക്കിംഗ് ഫാക്ട് പറയട്ടെ. വെറും 7% കമ്പനീസാണ് മികച്ച കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. 80% കമ്പനീസും ക്ലെയിം ചെയ്യുവാണ് അവരുടെ കസ്റ്റമർ സർവീസ് ബെറ്റർ ആണ്. കസ്റ്റമേഴ്സിന്റെ പെർസെപ്ഷൻ നമ്മൾ കേൾക്കണം, എങ്കിലേ നമുക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. ഫിഫ്ത്ത് പി ആണ് പാർട്ട്ണർഷിപ്പ്. കസ്റ്റമർ ഒരിക്കലും ഒരു ബയർ അല്ല, നമ്മളുടെ ബിസിനസ് പാർട്ട്ണറാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനെ കേൾക്കണം, കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് റൈറ്റ് ഡിറക്ഷനിൽ മൂവ് ചെയ്യാൻ സാധിക്കൂ. ഈ 5 പീസും പ്രാക്ടീസ് ചെയ്താൽ ഒരു 6th പി നിങ്ങളിലേക്ക് വന്ന് ചേരും. അതാണ് പ്രോഫിറ്റ്. അതുകൊണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ട്രാൻസാക്ഷനിലല്ല, കസ്റ്റമേഴ്സിലാണ്. അവിടെയാണ് റിയൽ ഗ്രോത്ത് സംഭവിക്കുക. ഇതുപോലെയുള്ള സെയിൽസ് സൈക്കോളജിക്കൽ ടിപ്സിന് ജസ്റ്റ് ഫോളോ മീ. താങ്ക് യു.